ജനറൽ ഒരു ചോദ്യമാണ് ഈ ത്രികോണത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ത്രികോണത്തിന്റെ ഏരിയ കാണാനുള്ള ലൊക്കേഷൻ ഹാഫ് ഇൻറ്റു ബി എച്ച് ആണ്. ബി എന്ന് വെച്ചാൽ ബേസ് അല്ലെങ്കിൽ പാദമാണ്. തന്നിട്ടുണ്ടോ? ഇല്ല. ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിൽ നിന്നുകൊണ്ട് ബേസിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നുകൊണ്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് ഈ ഡിസ്റ്റൻസും കാണണം, ഈ ഡിസ്റ്റൻസും കാണണം. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. ഇത് എത്രയാണോ അതിന്റെ 2 മടങ്ങ് അത് തന്നെ ആയിരിക്കും ഇത്. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? നമുക്ക് ബേസ് കിട്ടും. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ ട്രയാങ്കിൾ ഞാൻ എടുക്കുകയാണ്. ഈ ട്രയാങ്കിൾ ഞാൻ എ ബി സി എന്ന് കൊടുക്കുന്നു, ഇത് എ ബി ഡി എന്ന് കൊടുക്കുന്നു അല്ലെ. ഞാൻ ഇത് മാറ്റി വരയ്ക്കുന്നു. എ ബി ഡി ഇതെന്താണ്? ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലെ. ഈ ആംഗിൾ എത്രയാണ്? ഇത് 120 ആയിരുന്നു. ഇത് ബൈസെക്ടർ ആയതുകൊണ്ട് ഇത് എത്രയായി? 60 ആയി. ഓട്ടോമാറ്റിക്കലി 60 90 150. ഇത് എത്ര ആയിരിക്കും? ഇത് 30 ആണ്. നമുക്കറിയാം, നമുക്കൊരു മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം അറിയാം. 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി എന്നീ രീതിയിൽ കോണുകൾ വന്നു കഴിഞ്ഞാൽ അവയ്ക്കെതിരെയുള്ള വശങ്ങളുടെ റേഷ്യോ എന്തായിരിക്കും? 1:√3 എത്ര ആയിരിക്കും? 2 ആയിരിക്കും. നമുക്ക് ആകെ അറിയാവുന്നത് ഈ 4 സെന്റിമീറ്റർ ആണ് അല്ലെ. ഈ 4 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഈ 4 എന്തിനെതിരെയുള്ള ആംഗിളാണ്? 90 ഡിഗ്രിക്ക് എതിരെയുള്ള ആംഗിളാണ് അല്ലെ. ഞാനിവിടെ എഴുതി 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. നമുക്ക് വേണ്ട എന്താണ്? നമുക്ക് ഈ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ് വേണം. എന്നാലും നമുക്ക് എച്ച് കിട്ടും. പിന്നെ നമുക്ക് എന്താ വേണം? 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ് വേണം. ഡി ബി അല്ലെങ്കിൽ ബി ഡി എന്ന് പറയുന്ന സൈഡ് വേണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ കൂടെ 2 കൊണ്ട് ഇത്രയും സൈഡ് കിട്ടും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബേസ് കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ അത് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താവും? ഏരിയ ആകും. ഓക്കെ, നോക്കുക. നമുക്കറിയാം 1:√3 ആണ്. 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 2 കിട്ടിയത്. സോ എന്താണ്? ഇവിടെ 2ന് പകരം 4 ആണ്. സോ ഈ 4നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് കിട്ടും. ആ കിട്ടുന്ന എത്ര കിട്ടും? ഇവിടെ നമുക്ക് 2 കിട്ടും. 4/2 2 ആണ്. 2നെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2√3 കിട്ടും. അപ്പം നമുക്കറിയാം 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് നമുക്ക് 2 സെന്റിമീറ്റർ കിട്ടി. ഈ സൈഡ് എത്ര കിട്ടി? 2√3 കിട്ടി. അപ്പം ഇത്രയും 2√3 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 2√3 ആയിരിക്കും. ഇനി നമുക്ക് ഏരിയ കാണാമല്ലോ മക്കളെ. ഇനി നമുക്ക് ഏരിയ കാണാം. ഏരിയ ഈസിക്കൽ എന്താണ്? ഹാഫ് ബി ഇൻറ്റു എച്ച് ആണ്. ബി എത്രയാണ് മക്കളെ? ഹാഫ്. ബി 2√3 പ്ലസ് 2√3 ആണ് അല്ലെ. ബി എത്ര കിട്ടും? 2√3 പ്ലസ് 2√3 ആണ്. അപ്പം നമുക്ക് എത്ര കിട്ടും? 4√3 കിട്ടും അല്ലെ. ഇൻറ്റു 4√3 ഇൻറ്റു എച്ചിന് വരെ എത്ര കൊടുക്കണം മക്കളെ? 2 കൊടുക്കാം. 2 ക്യാൻസൽ ആയപ്പോൾ എത്ര കിട്ടി? 4√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ.